ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ എണീറ്റതുകൊണ്ട് ഇനി നമുക്കൊന്ന് പോയി കുളിക്കാം. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് കുളിക്കാം. വെള്ളം നല്ല തണുപ്പുണ്ട് ഗൈസ്. വെള്ളം ചൂടുള്ളതായിരുന്നു ഇച്ചിരി കൂടെ കുടിക്കില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അകത്ത് നമുക്ക് ഡ്രസ്സ് ഇടാം. ബ്ലാക്ക് പാൻറ് ഇട്ടേക്കാം. നമ്മളെ ക്യാപ്പും മാസ്കും ടീഷർട്ടും ഉടുപ്പും എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പിള്ളേരെ വിളിക്കാൻ പോകാം. ഇനി സ്കൂളുണ്ട്, നാളെ സ്കൂളിൽ ആ ശനിയാണ്. ഇനി ശനിയാഴ്ച അവർ സ്കൂൾ വെച്ചാൽ എനിക്ക് പണിയാവും. നമുക്ക് ഇപ്പം ഫസ്റ്റ് കോളനിയിലോട്ട് പോകാം. സുശീലൻ്റെ കോളനി. അവിടെ പോയിട്ട് നമുക്ക് പിള്ളേരെ വിളിക്കണം. നമ്മുടെ വണ്ടി ഒന്നും ചെറുതായിട്ട് സ്റ്റക്കായി. ഇനി ഒരു വഴിയുണ്ട് ഗൈസ്, ഇറങ്ങി നോക്കണം. ഒന്നും നടക്കുന്നില്ല ഗൈസ്. നമ്മുടെ വണ്ടി നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി നന്നായിട്ട് കുടുങ്ങി ഗൈസ്. കണ്ടോ ഗൈസ്? ഇനി എന്തോ ചെയ്യും ഗൈസ്? നമുക്ക് ഈ വണ്ടി ഇവിടെ ഉപേക്ഷിച്ചാലാ ഗൈസ്? എന്തോ കോളം കണ്ടു വരുന്നു ഗൈസ്. ഒന്ന് കോളം കണ്ടു വരുന്നു. ആരാന്തോ? ഓ ശരി ഗൈസ്, ഇത് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു പറഞ്ഞാൽ വിളിച്ചത്. എന്തുവാ, നമ്മുടെ സ്കൂൾ ഇന്ന് അവധിയായിരുന്നു. ഞാൻ വാർത്ത കണ്ടിരുന്നു രാവിലെ. ഈ വണ്ടി ഇനി ഇപ്പം എന്തോ ചെയ്യും ഗൈസ്? നമ്മുടെ ഡിഫൻഡറൊക്കെ പോകാൻ പാടായിരിക്കും ഗൈസ്. ഓ ഗൈസ്, ഇതിനി പൊട്ടിച്ചളയല്ല, വേറെ വഴിയില്ല ഗൈസ്. പൊട്ടിച്ചളയേണ്ടി വരും ഗൈസ്. നമുക്ക് ഗണ്ണെടുത്ത് പൊട്ടിച്ചളയാം ഗൈസ് ഈ വണ്ടി. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. നന്നായിട്ട് പൊട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി പൊട്ടിച്ചുകൊണ്ട് ഒരു ചെറിയ സങ്കടം ഉണ്ട്. കുഴപ്പമില്ല, നമുക്കിന്ന് പിസ്സ ഡെലിവറി പോകണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അതിന് വേണ്ടി ഇച്ചിരി കാശിന് അതിന് വേണ്ടി ഇച്ചിരി സപ്പോർട്ടൊക്കെ വേണം. നിങ്ങളതിന് എന്താ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ. ചെയ്യണം ഗൈസ്, മറക്കല്ലേ. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ഡിഫൻഡർ എടുത്ത് ഒന്ന് കറങ്ങാൻ പോവാം. ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കും. നമ്മളെ വീട്ടിലൊരു ഫ്രിഡ്ജ് വേണം ഗൈസ്. നമ്മളെ ഫ്രിഡ്ജ് അതുകൊണ്ടൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ പോകാം നമ്മളെ ഹൈപ്പർ മാർക്കറ്റിൽ. ഈ വണ്ടി ഇനി കൊടുങ്ങാതിരുന്നാൽ മതി. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാൻ പറ്റും. ഗൈസ് ഇവിടെ കുറേ വണ്ടി ബൈക്കായിട്ട് ആകുന്നുണ്ട് ഗൈസ്. നിങ്ങളൊരു കാര്യം കാണാൻ മറക്കല്ലേ. ഞാൻ ഒരു സ്പൈഡർമാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്പൈഡർമാൻ ഗെയിമിൻ്റെ. അത് നിങ്ങൾ ആ ഗെയിം പിടിച്ച് കളിച്ച് നോക്കണം. ചിലവരൊക്കെ ആ വീഡിയോ കണ്ട് കാണാൻ സാധ്യതയൊക്കെ ഉണ്ട്. അവർക്കറിയായിരിക്കും അതിൻ്റെ നല്ല ക്വാളിറ്റീസ്. ചിലവരൊക്കെ അത് ഞാൻ ആ വീഡിയോ ഇടുന്നതിന് മുമ്പേ അവർ പിടിച്ച് കളിച്ചിട്ടുണ്ടായിരിക്കും. ഓ ഗൈസ്, വഴി എത്തി. ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ വന്നപ്പോൾ വഴിയും കിട്ടി.
പിന്നെ നിങ്ങളൊരു കാര്യം മറക്കല്ലേ, നമ്മളെ ഈ ചാനലിന് ഇപ്പോഴത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50K ലൈക്കാണ് ഗൈസ്. ഇപ്പം ഇടിച്ചാനാണ് ഗൈസ്. നമ്മളെ ഹൈപ്പർ മാർക്കറ്റ് 50K ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. വേറെ ഇച്ചിരി കുറച്ചാലും നിങ്ങൾ കുഴപ്പമില്ല. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്താലും മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാം ഗൈസ്. തൊട്ടടുത്ത ഹൈപ്പർ മാർക്കറ്റാണ് നമ്മുടെ മൂന്നാമത്തെ വീട്ടിൻ്റെ അടുത്താണ് ഗൈസ് ഹൈപ്പർ മാർക്കറ്റ്. സാധനം മേടിക്കാൻ പറ്റത്തില്ല ഗൈസ് ഇപ്പം, കാരണം കട ക്ലോസ്ഡ് ആയിപ്പോയി ഗൈസ്. ഡോറിന് എങ്ങനെ ശരിയാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ആർക്കെങ്കിലും ഇതിൽ ഈ ഡോർ റിപ്പയർ ആക്കാൻ അറിയാവുന്ന ചീറ്റ് കോഡ് അറിയോ ഗൈസ്? അറിയാമെങ്കിൽ കമൻറ്റ് ഇട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സ്പൈഡർമാൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, അതിനകത്ത് അത്രയ്ക്ക് ലൈക്കൊന്നും ചെയ്തില്ല ഗൈസ്. അതിനകത്ത് പിന്നെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നല്ല വീഡിയോകൾ നമ്മൾ മാത്രം അല്ല, ബാക്കിയുള്ളവർ മാത്രമല്ല ഇടുന്ന, നമ്മളെ വിടും ഗൈസ്. നമ്മളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സാധനം മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വീടൊന്ന് പോയി നിങ്ങളെ ഒന്ന് ഹോം ടൂർ കാണിക്കാം. അത് നമ്മുടെ ട്രോംബൈക്ക് പോകാം ഗൈസ്. നമ്മുടെ ഈ ഡിഫൻഡറിൻ്റെ അതിൽ പൊട്ടിയുണ്ട് അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ് നിങ്ങൾക്ക്. അതിനകത്തല്ല പറഞ്ഞപ്പോൾ തന്നെ പോയി ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. സർപ്രൈസ് പറയുമ്പോൾ ഇപ്പോൾ ഇടിച്ചോണ്ട് കണ്ടി ആരൊക്കെ ഇവിടെ മുറുക്കാൻ കുപ്പി വെച്ചേക്കുന്നത് ആരൊക്കെയോ അവിടെ മുറുക്കാൻ കുപ്പി വെച്ചേക്കുന്നത് ഗൈസ്. ആ വണ്ടിയാണെങ്കിൽ ഇടിച്ച് ഞാൻ കഴിഞ്ഞ വർഷം നോക്കിയപ്പോഴേ ഗൈസ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലാണെങ്കിൽ ആരോ അങ്ങോട്ട് മുറുക്കാൻ കുപ്പിച്ചു. എപ്പോഴും ഉള്ള പണിയാണ്, ആരെങ്കിലും ഇവിടെ വരണം മുറുക്കാൻ ഇവിടെ ഉള്ള പണിയാണ് ഗൈസ്. നമ്മുടെ മൂന്നാമത്തെ വീട്ടിൽ ഹോം ടൂർ കാണിക്കുമ്പം നിങ്ങൾ ആ വീട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഇന്ത്യൻ ബൈക്ക് കളിക്കുന്നവർ ചിലവർ കണ്ടിട്ടില്ലായിരിക്കും, ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടോ ഗൈസ്, ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെയാണ് പുതിയ വീട്ടിൽ ഇതൊക്കെ ഗൈസ്. ഇവിടെ ഗ്യാരേജിൻ്റെ തൊട്ടടുത്തൊരു ഗേറ്റുണ്ട് ഗൈസ്. കള്ളന്മാർക്ക് എളുപ്പത്തിൽ കയറാം. പിന്നെ ഈ സ്വിമ്മിംഗ് പൂള് വെറുതെ വെച്ചേക്കുന്നു, കാല് നനയ്ക്കാൻ വേണമെങ്കിൽ ഒന്ന് കയറാം, അത്ര തന്നെ ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെയാണ് ഡൈനിങ് ഹാള്. ഇതാണ് ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളെ പെറ്റ് ചിഞ്ചു. ആള് പെണ്ണാണ്, എന്നാലും ഞങ്ങൾ അങ്ങനെ വിളിക്കത്തുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പോയ ഒരു ബീച്ചാണ്. അപ്പോൾ ഇത് ഇല്ലുമിനാറ്റി ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്.
അപ്പോഴത്തോടെ ഈ ഇലുമിനാറ്റി വീഡിയോ നിർത്തുന്നു.